കണ്ണൂർ കക്കയങ്ങാട് നാട്ടുകാരുടെ പ്രതിഷേധം അവിടെ ഉയരുകയാണ്. പുലിയെ മയക്കുവെടി വെച്ച് കൊണ്ടുപോയതിന് പിന്നാലെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ഇതിന് ഏതെങ്കിലും സുരക്ഷിതമായ ഇത് കേബിളിൽ കുടുങ്ങിയത് കൊണ്ട് മാത്രമാണ് ഇവിടെ കുടുങ്ങിക്കിടന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഇത് ഈ പുലി മനുഷ്യന്റെ ജീവൻ തന്നെ കവർന്നെടുത്തേന്. അതിനൊരു മറുപടി പറയണ്ടേ? ഇത് ആരും പിടിച്ചതല്ലോ. ഇത് പുലി വന്ന് കുടുങ്ങിയതല്ലേ? എവിടെ വിടുന്നു എന്ന് അറിയാനുള്ള അവകാശം നമുക്കുണ്ട്. ഞങ്ങളുടെ അവകാശമാണ്. ആ അവകാശം ഒരു ചോദ്യമാണ്. അതിനുവേണ്ടി തന്നെ DFOയോട് എവിടെയാണ് വിടുന്നത് എന്നുള്ള സ്വാഭാവികമായ സംശയമാണ് ചോദിക്കുന്നത്. ഈ പുലിയെ ജനവാസ കേന്ദ്രങ്ങളിൽ തുടർന്ന് വിടരുത്. ഇവിടെ ജനവാസ ടൗണിന്റെ മധ്യഭാഗത്ത് പുലി വന്നിട്ട് ഇത് തന്നെ കുടുങ്ങിപ്പോയതാണ്. MLA നേരത്തെ പറഞ്ഞു ഇത് ഇരിട്ടി മേഖലകളിൽ അടക്കം ഇത്തരം പുലിയെ കണ്ടുവന്ന് പിടിക്കുമ്പോൾ മാത്രം പുലിയാന്ന് സ്ഥിരീകരിക്കുക, അല്ലെങ്കിൽ കാട്ടുപൂച്ച എന്ന് പറഞ്ഞിട്ട് ഇവർ ഒഴിവാക്കി വിടുക ചെയ്യുന്നത്. കാണുമ്പോൾ പിടിക്കുമ്പോൾ മാത്രമാണ്, ഇതുപോലെ കെണിയിൽ വീഴുമ്പോൾ മാത്രമാണ് പുലിയാണെന്ന് സ്ഥിരീകരിക്കാൻ പറ്റുന്നത്. അല്ലാത്ത സമയം മുഴുവൻ ഇത് വേറെ ജീവികളാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ ഇതിനെ ഒഴിവാക്കി വിടുകയാണ്. ആരുടെയെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടാൽ മാത്രമേ ഏതെങ്കിലും മന്ത്രിമാരടക്കം ഇവിടെ കയറി വരുന്നുള്ളൂ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഏർപ്പെടുത്തേണ്ടവരാണ് ഇവര്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇത്രയും നേരം കാത്തു നിന്നിട്ട് DFOനോട് ചോദിച്ചത് കൊണ്ടുപോയതിനു ശേഷമുള്ള ചോദ്യമാണ് എവിടെ വിടുമെന്നുള്ളത്. DFOയ്ക്ക് എവിടെ വിടുമെന്ന് പറയാൻ കഴിയുന്നില്ല, എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് പറയാൻ കഴിയില്ല. ആ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ഇത് ഞങ്ങളുടെ ആവശ്യം. ജനങ്ങൾക്ക് വീണ്ടും ഈ പുലി ഒരു ഭീഷണിയായി വരരുത്. ഇതുപോലെയുള്ള ജനജീവിതം ഉള്ള ഒരു സ്ഥലത്തേക്ക് ഈ പുലി വീണ്ടും വരരുത് എന്നുള്ള സ്വാഭാവികമായ ആശങ്ക ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാവുമല്ലോ. ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട ടൗണിന്റെ ഏറ്റവും അടുത്ത് ജനവാസ കേന്ദ്രത്തിൽ ഒരു പുലി വന്ന് അത് സ്വയം കുടുങ്ങി. ആ പുലി വന്ന് കുടുങ്ങിയ പുലിയെ ഇനിയും ജനവാസ കേന്ദ്രത്തിൽ വരാത്ത അവസ്ഥയിലേക്ക് എത്തിക്കണമെന്നുള്ള സ്വാഭാവിക സംശയത്തെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. DFOയോട് അത്രേ ഉള്ളൂ. കണ്ണൂർ കക്കയങ്ങാടാണ് നാട്ടുകാരുടെ പ്രതിഷേധമുയരുന്നത്. ഇന്ന് രാവിലെ പന്നിക്ക് വെച്ച കെണിയിൽ പുലി കുടുങ്ങിയിരുന്നു. 2 വട്ടം മയക്കുവെടി വെച്ച ശേഷമാണ് പുലിയൊന്ന് മയങ്ങിയത് തന്നെ. അതിന് പിന്നാലെ ഇപ്പോൾ പുലി അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ എങ്ങോട്ടാണ് കൊണ്ടുപോയത്, എവിടെയാകും പുലിയെ തുറന്നുവിടുക എന്ന ചോദ്യത്തിന് വനം വകുപ്പ് മറുപടി നൽകുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി. അതറിയേണ്ടത് അവരുടെ അവകാശമാണ്. വീണ്ടും ജനവാസ മേഖലയിൽ എത്തുന്ന തരത്തിൽ പുലിയെ തുറന്നുവിടരുത്. ഇതിപ്പോൾ കെണിയിൽ വീണത് കൊണ്ടാണ് ആ പുലിയെ പിടികൂടാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ അത് നിരവധി ജീവനുകൾ എടുത്തേനെ എന്നതാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുതരമായ വിഷയമാണ്. പുലിയെ എവിടെയാകും തുറന്നുവിടുക, എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നെ സംബന്ധിച്ച് വനം വകുപ്പ് വിവരങ്ങൾ നൽകുന്നില്ല എന്ന പരാതി നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. അവിടെ നിന്ന് പുലിയെ കൊണ്ടുപോയതിന് പിന്നാലെയാണ് നാട്ടുകാർ പ്രതിഷേധം ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയായിരുന്നു കണ്ണൂർ കക്കയങ്ങാട് പുലി കെണിയിൽ കുടുങ്ങിയത്. അതിന് പിന്നാലെ വയനാട്ടിൽ നിന്നുള്ള മയക്കുവെടി സംഘമടക്കം എത്തിയാണ് പുലിയെ മയക്കുവെടി വെച്ചത്. ആദ്യം 1 ഡോസ് മയക്കുവെടി വെച്ചുവെങ്കിലും പുലി മയങ്ങിയിരുന്നില്ല. 2 ഡോസ് മയക്കുവെടി വെച്ച ശേഷമായിരുന്നു പുലി മയങ്ങിയത്. അതിന് പിന്നാലെ ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പുലിയെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. കൂട്ടിനുള്ളിൽ പുലിയെ കാണാൻ കഴിയുന്നുണ്ട്. 2 വട്ടമാണ് മയക്കുവെടി വെക്കേണ്ടി വന്നത് വനം വകുപ്പിന്. അതിനുശേഷമാണ് പുലി ഒന്ന് മയങ്ങിയത്. അതിശക്തനായ പുലിയാണത് എന്ന് വനം വകുപ്പ് പറയുന്നുണ്ട്. ഇന്ന് രാവിലെ പന്നിക്ക് വെച്ച കെണിയിലായിരുന്നു പുലി കുടുങ്ങിയത്. കെണിയിൽ കുടുങ്ങിയത് കൊണ്ടാണ് വനം വകുപ്പിന് ഈ പുലിയെ പിടികൂടാൻ കഴിഞ്ഞത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അല്ലെങ്കിൽ പുലി നിരവധി ജീവനുകൾ എടുത്തേനെ, വളർത്തുമൃഗങ്ങളെ അടക്കം കൊന്നു തിന്നേനെ എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. വനം വകുപ്പിന്റെ വാഹനം അവിടെ നിന്ന് പോകുമ്പോഴായിരുന്നു വാഹനം നാട്ടുകാർ തടയുകയും അതിന് പിന്നാലെ ചെറിയ രീതിയിലുള്ള സംഘർഷം അവിടെ ഉടലെടുക്കുകയും ചെയ്തത്.